മാനത്തൂർ സെൻറ്റ് മേരീസ് പള്ളിയുടെ പ്രധാന തിരുനാൾ സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ നടത്തപ്പെടുകയാണ്. മേഘങ്ങളെ വാഹനമാക്കി സഞ്ചരിക്കുന്ന ലോകനന്ദാവായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. പാപരഹിതയായ മേരി തമ്പുരാൻ്റെ അമ്മമി, പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. ആശ്വാസമില്ലാ തലയുമ്പൂ അരുകിലായി നീ അണഞ്ഞിടുന്നു. മണിയായി എൻ്റെ അമ്മ, ഇതാ എൻ്റെ അമ്മ, സദാ എൻ്റെ കൂടെ വാഴുന്നൊരമ്മ. വർഷത്തെ തിരുനാൾ ഇടവക മുഴുവനും ഏറ്റെടുത്ത് നടത്തുകയാണ്. ഇതിൽ സംബന്ധിക്കാൻ സാധിക്കാത്തവർക്ക് വിദേശത്തുള്ളവരും ഒത്തിരി യുവജനങ്ങളും മക്കളും വിദേശത്ത് ജോലി ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നു. ഈ ഇടവകയിൽ നിന്ന് അവർക്ക് സൗകര്യപ്രദമായിട്ട് തിരുക്രമങ്ങളുടെ എല്ലാ വിവരങ്ങളും ലൈവായിട്ട് 7ഉം 8ഉം പ്രക്ഷേപണം ചെയ്യുന്നതാണ്. പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മേഘങ്ങളെ വാഹനമാക്കി സഞ്ചരിക്കുന്ന ലോകനന്ദാവായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മിശിഹാതൻ കാരുണ്യവും ആദനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നുമെന്നും നമ്മിലുണ്ടാകേണമെന്നുമെന്നും ജനപദങ്ങളെ കർത്താവിനെ വാഴ്ത്തുന്നു. മാനത്തൂർ സെൻറ്റ് മേരീസ് പള്ളിയുടെ പ്രധാന തിരുനാൾ സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ നടത്തപ്പെടുകയാണ്. മാതാവിൻ്റെ പിറവി തിരുനാളിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന തിരുനാൾ ഇടവകയുടെ മുഴുവനും ആഘോഷമായിട്ട് മാറുകയാണ്. ചങ്ങനാശ്ശേരി രൂപതയുടെ കീഴിലുണ്ടായിരുന്ന കടനാട് പള്ളിയുടെ കുരിശുപള്ളിയായി 1910 സ്ഥാപിതമായ പള്ളിയാണ് മാനത്തൂർ സെൻറ്റ് മേരീസ് പള്ളി. മാതാവിൻ്റെ 8 നോയമ്പാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട തിരുനാളായിട്ട് ആണ്ടുവട്ടം കൊണ്ടാടുക. 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരവും ആഘോഷമായിട്ടുള്ള ദീപലിയും മറ്റ് തിരുക്കർമ്മങ്ങളും നടക്കുന്നു. 7-ാം തീയതിയും 8-ാം തീയതിയുമാണ് ഈ പള്ളിയിലെ പ്രധാന തിരുനാൾ. ഇടവകങ്ങൾ മുഴുവനും നോയമ്പ് എടുത്ത് ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കുന്നു. 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 4:30 തിരുവഴിയോടുകൂടി തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുകയും കുർബാനയ്ക്ക് ശേഷം ടൗൺ ചുറ്റുമുള്ള പ്രദർശനവും നടത്തപ്പെടും. 8-ാം തീയതിയാണ് പ്രധാന തിരുനാൾ. 8-ാം തീയതി രാവിലെ 9:30 ആഘോഷമായ തിരുനാൾ കുർബാനയോടുകൂടി ആരംഭിക്കുന്നു. തുടർന്ന് പ്രദർശനം, അതിനുശേഷം ഇടവകങ്ങൾക്ക് മുഴുവനുമുള്ള സ്നേഹവിരുന്നും ഈ വർഷം നടത്തപ്പെടുകയാണ്. ഈ വർഷത്തെ തിരുനാൾ ഇടവകങ്ങൾ മുഴുവനും ഏറ്റെടുത്ത് നടത്തുകയാണ്. ഇതിൽ സംബന്ധിക്കാൻ സാധിക്കാത്തവർക്ക് വിദേശത്തുള്ളവരും ഒത്തിരി യുവജനങ്ങളും മക്കളും വിദേശത്ത് ജോലി ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നു. ഈ ഇടവകയിൽ നിന്ന് അവർക്ക് സൗകര്യപ്രദമായിട്ട് തിരുക്രമങ്ങളുടെ എല്ലാ വിവരങ്ങളും ലൈവായിട്ട് 7ഉം 8ഉം പ്രക്ഷേപണം ചെയ്യുന്നതാണ്.
ജോസാറ് ഈ പള്ളിയുടെ കൈക്കാരനും സൺഡേ സ്കൂളിൻ്റെ HM ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഈ പള്ളിയെക്കുറിച്ചുള്ള ഒരു ചരിത്രം ലഘുവായിട്ടൊന്ന് പറയാം. ഈ പള്ളി സ്ഥാപിതമാകുന്നത് 1910-ലാണ്. പാറേമാക്ക തോമ കത്തനാനായിരുന്നു അന്നത്തെ ഈ പള്ളി സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത ആൾ. ശരിക്കും ഇതൊരു പള്ളിയായിട്ട് ഒരു ഇടവകയായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് 1928-ലാണ്. പറക്കുന്നേൽ തോമസ് അച്ഛനായിരുന്നു അന്ന് ആദ്യത്തെ വികാരി. ഒരു ചെറിയ ഓല ഷെഡായിരുന്നു ഇവിടെ. അതിനുശേഷം ഇവിടെ അതിനോട് ചേർന്നൊരു ചെറിയ കെട്ടിടം കൊണ്ട് അതൊരു സ്കൂൾ ആരംഭിക്കുന്നത്, പള്ളിക്കൂടം. പള്ളിയോട് ചേർന്നാണല്ലോ പള്ളിക്കൂടം. കഴിഞ്ഞ സ്ഥലപരിവിനുഭൂതം കുറച്ച് കഴിഞ്ഞപ്പോൾ പള്ളിക്കൂടം പുതിയ ഒരു സ്ഥലത്തേക്ക് മാറ്റി. 1928 തന്നെ നമുക്കൊരു സിമിത്തേരി ഉണ്ടായി ഇവിടെ. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് 30ഓളം വികാരിമാർ നമ്മുടെ ഇടവകയിൽ സേവനം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട കുര്യൻ കോട്ടയിൽ അച്ഛനാണ്. അതുപോലെ ഇതിനോട് ചേർന്നൊരു പാരീഷ് ഹാള് നരിക്കാട്ടത്തിനാണത് പണിയാൻ തുടങ്ങിയത്. അത് പൂർത്തിയായത് അച്ഛൻ്റെ കാലത്ത് തന്നെ പൂർത്തിയായിരുന്നു. എന്നാലും അതിൻ്റെ ഉദ്ഘാടനമൊക്കെ നടന്നത് നമ്മുടെ അഗസ്റ്റിൻ പെരുമനത്തിലച്ഛൻ്റെ കാലത്താണ്. പിന്നെ ഇവിടെ സേവനമനുഷ്ഠിച്ച തോമസ് പുല്ലാട്ടത്തിൻ്റെ കാലത്ത് നമ്മുടെ സ്കൂളിന് പുതിയൊരു കെട്ടിടമൊക്കെ പണിത് വളരെ ഭംഗിയായിട്ട് വലിയൊരു ഹൈസ്കൂളായിട്ട് ഇപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ഹൈവേ ആണ്. ഈ ഹൈവേ കൂടെ പോകുന്ന കാലത്ത് ഇതെന്താ ഹയർ സെക്കൻഡറി സ്കൂളാണെന്നുള്ള രീതിയിൽ അത്ര വലിയ ഭംഗിയായിട്ട് തന്നെയാണ് ആ കെട്ടിടം പണിതിരിക്കുന്നത്. അത് അതിന് പണിക്ക് നേർന്നേരത്തെ ബഹുമാനോട് പുല്ലാട്ടത്തൻ ഒരു വർഷം മുമ്പ് ദിവംഗതനായി. നമ്മുടെ ഈ പള്ളിക്ക് അതുപോലെ തന്നെ ഇപ്പോഴും വളരെയേറെ വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസരമാണ്. ഇവിടെ ഒരു പുൽക്കൂട്, അതുപോലെ തന്നെ ഈ മുറ്റമൊക്കെ നല്ല ഭംഗിയാക്കി തീർക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിച്ചനാണ് നേതൃത്വം നൽകുന്നത്. തോമസ് പുളിക്കലച്ചനാണ്. അച്ഛൻ പാലാരൂപതയിൽപ്പെട്ട കുറുമണ്ണ് ഇടവ അംഗമാണ്. ചിലപ്പോൾ ഈ വർഷം ഈ മാനത്തൂരിലുള്ള OCD ആശ്രമത്തിൽ സുപ്പീരിയറായിട്ട് സേവനം ചെയ്യുന്നു. എല്ലാ ഞായറാഴ്ചയും ഇവിടെ വന്ന് ഞങ്ങളെ സഹായിക്കുകയും അവിടുത്തെ 4 അച്ഛന്മാരുണ്ട്. അവിടെ 4 പേരും ഇവിടെ നിന്ന് പരിശുദ്ധ കുർബാനയിലൊക്കെ സംബന്ധിക്കുകയും ഞായറാഴ്ച ദിവസങ്ങളിൽ പിന്നെ എല്ലാ ആവശ്യങ്ങളിലും വന്ന് ഇടവകയ്ക്ക് കുമ്പസാരം അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടത്തി തരികയും ചെയ്യുന്നു. അച്ഛനെ പ്രത്യേകം ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുകയും ചെയ്യുകയാണ്. ഇന്ന് വൈകുന്നേരം 4:30 കുർബാന ബഹുമാനപ്പെട്ട അച്ഛനാണ് അർപ്പിക്കുന്നത്. ഞാൻ ഇവിടെ അടുത്തുള്ള OCD സെൻറ്റ് ജോസഫ് മോണസ്ട്രിയിലെ സുപ്പീരിയർ അച്ഛനാണ്. ഈ ഇടവകയുമായിട്ട് ഒത്തിരി ഗാഢമായ ബന്ധമുണ്ട്. ഇവിടുത്തെ നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ കുര്യനച്ഛൻ എപ്പോഴും എല്ലാ കാര്യത്തിലും ഞങ്ങളെ വിളിക്കുകയും ഞങ്ങളെ സഹകരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഒത്തിരിയേറെ സന്തോഷമുള്ള കാര്യമാണ്. ഒരു സംഗതി ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നത്, വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഇടവകയാണ് സെൻറ്റ് മേരീസ് ചർച്ച് മാനത്തൂർ. ജനങ്ങളുടെ നല്ല സഹകരണമുണ്ട്. അതുപോലെ തന്നെ ഈ ഇടവകയിലെ പ്രവർത്തനങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അത് ആളുകൾക്ക് ഒത്തിരി സഹായകമാണ്. ആത്മീയമായ വളർച്ചയ്ക്ക് സഹായകമായ രീതിയിൽ കുർബാനയും അതുപോലെ തന്നെ മറ്റ് കുദാശകളുമെല്ലാം ഭംഗിയായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഈ അവസരത്തിൽ ഈ ഇടവകയിലെ എല്ലാവർക്കും പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ ഇടവക തിരുനാൾ ഈ ദിവസങ്ങൾ ആഘോഷിക്കുകയാണല്ലോ. ഇടവക തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും വളരെ സന്തോഷപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിലെ ദൈവമാതാവിൻ്റെ പിറവി തിരുനാൾ വലിയ ഭക്തിയോടും തീക്ഷ്ണതയോടും എല്ലാറ്റിലുപരി ഐക്യത്തോടും സ്നേഹത്തോടും കൂടെ ഇടവക സമൂഹം ഒന്നുചേർന്ന് പ്രതിസന്ധിമാരായി മാറിക്കൊണ്ട് ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ സ്വർഗീയ പിതാവിനോട് ഈശോ മിശിഹായോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം വലിയ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിൻ്റെ ദിവസങ്ങളാണ്, കൃപയുടെ മണിക്കൂറുകളാണ്. ദൈവമാതാവ് പറഞ്ഞു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഈ ഇടവകയിലെ 500-ൽ പരം കുടുംബങ്ങൾ ഒന്നുചേർന്ന് സ്വർഗീയ മധ്യസ്ഥയായ ദൈവമാതാവിനോട് ചേർന്ന് ദൈവപിതാവിനെയും ഈശോ മിശിഹായെയും പരിശുദ്ധാത്മാവിനെ പരിശുദ്ധ ത്രിത്വത്തെ ഒന്നുചേർന്ന് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി നന്ദി പറഞ്ഞ് അനുഗ്രഹം ഒന്നുചേർന്ന് പ്രാപിക്കുകയാണ്. ഞങ്ങളുടെ വികാരിയച്ഛനോടും ശുശ്രൂഷകരോടും ചേർന്ന് എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ നേടിയെടുക്കുകയാണ് അമ്മയോട് ചേർന്ന്. ജോയിച്ചേട്ടനാണല്ലോ ഇപ്പം ഇവിടുത്തെ കൈക്കാരന്. അപ്പോൾ ഈ നമ്മുടെ തിരുനാളിനെ കുറിച്ച് ഇന്നലെ നമ്മുടെ ഇവിടെ പ്രസിദ്ധി വാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഇന്നലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം
പ്രസിഡന്റ് വാഴ്ച നടത്തി അതിനുശേഷം പള്ളിക്ക് ചുറ്റും ജപമാല പ്രദക്ഷിണം നടത്തി ആശീർവാദവും കഴിഞ്ഞ് സമാപനം ശുശ്രൂഷകൾ കഴിഞ്ഞതിന് ശേഷം സ്നേഹവിരുദ്ധം നടത്തും. ഈ തിരുനാളിന് കാരണപരമായ പരിശുദ്ധ സുഹൃത്തുക്കളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ ഫലങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ ഏറ്റു നടക്കുന്ന ഇടവയിലെ എല്ലാവരെയും സംബന്ധിക്കുന്നവരെയും ഇടവ അംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ മാതാവിന്റെ സുഹൃത്തുക്കൾ പരിഗണിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. തിരുമനസ്സിനെ യോജിച്ച വിധത്തിന് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. ദൈവത്തിന്റെ പ്രമാണം നമ്മുടെ വാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായി തീരട്ടെ. വിശ്വസിക്കാരുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ സംസർഗവും നമ്മളെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥയിൽ സർവശക്തനായ ദൈവം നമുക്ക് നമ്മുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഉദ്ദിഷ്ടകാര്യം സാധിച്ചു തന്നുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെയും നമ്മയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗ്രഹിക്കുന്ന അന്ധകാലത്ത് നടക്കുകയില്ല എന്ന് അറിയിച്ചത് കർത്താവേ, അങ്ങയുടെ സ്തുതിക്കും ഞങ്ങൾ സമർപ്പിക്കുന്ന മെഴുതിരികൾ ആശീർവദിക്കണമേ. ലോകത്തിലേക്ക് വന്ന സത്യപ്രകാശമായ അന്ധകാരമായ ലോകജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. ശേഷം ശ്രദ്ധിക്കുന്നു. പരിശുദ്ധ കന്യാമറിയമേ,
അങ്ങ് ഗർഭം ധരിച്ച് ശംസിഹായെ പ്രസവിക്കുന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലഹ ദൈവകൽപ്പനയാൽ അങ്ങേ അറിയിച്ചെന്ന് ധ്യാനിക്കുന്ന അങ്ങേ മക്കളായ ഞങ്ങളുടെ ഹൃദയത്തിലും എപ്പോഴും ഈ ശംസിഹായെ സംഗ്രഹിച്ചുകൊണ്ടിരിക്കാൻ കൃപ ചെയ്യണമേ. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും പാപരഹിതയായ മേരി തമ്പുരാൻ്റെ അമ്മ നീ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങേ ഇളയമായ എലീശ പുണ്യവതി അങ്ങ് ചെന്ന് കണ്ടപ്പോൾ ആ പുണ്യവതിക്ക് സർവേശ്വരൻ ചെയ്ത കരുണയെ കണ്ട് അങ്ങേക്കുണ്ടായ സന്തോഷത്തെ ഓർത്ത് ധ്യാനിക്കുന്ന ഞങ്ങൾ ലൗകിക സന്തോഷങ്ങൾ പരിത്യജിച്ച് പരലോക സന്തോഷങ്ങളെ ആഗ്രഹിച്ചു തേടുവാൻ കൃപ ചെയ്യണമേ. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും പാപരഹിതയായ മേരി തമ്പുരാൻ്റെ അമ്മ നീ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങേ കന്യത്വത്തിന് ഭംഗം വരാതെ അങ്ങ് ദൈവകുമാരനെ പ്രസവിച്ചതിനാൽ അങ്ങേക്കുണ്ടായ സന്തോഷത്തെ ഓർത്ത് ധ്യാനിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിലും അവിടുന്ന് ആത്മീയമായി ജനിപ്പാൻ കൃപ ചെയ്യണമേ. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും. ജോസേട്ടൻ്റെ ഒരു കൈക്കാരനാണല്ലോ. അപ്പം ഇന്ന് എന്തൊക്കെ പരിപാടികളായിരുന്നു ഉണ്ടായിരുന്നത്? ഇന്ന് രാവിലെ കൊടിയേറ്റായിരുന്നു ആദ്യമേ നടത്തിയത്. അതിന് ശേഷം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വാഹന വെഞ്ചരിപ്പ് നടന്നു. ഇതാ എൻ്റെ അമ്മ, ഇതാ എൻ്റെ അമ്മ, സദാ എൻ്റെ കൂടെ വാഴുന്നൊരമ്മ. ഇതാ എൻ്റെ അമ്മ, ഇതാ എൻ്റെ അമ്മ, സദാ എൻ്റെ കൂടെ വാഴുന്നൊരമ്മ. അമ്മേ എന്നു വിളിക്കുമ്പോൾ അലിവോടെ നീയതു കേൾക്കുന്നു. ആശ്വാസമില്ലാ തലയുമ്പോൾ അരുകിലായി നീ അണഞ്ഞിടുന്നു. അമ്മേ എന്നു വിളിക്കുമ്പോൾ അലിവോടെ നീയതു കേൾക്കുന്നു. ആശ്വാസമില്ലാ തലയുമ്പോൾ അരുകിലായി നീ അണഞ്ഞിടുന്നു. ഓമനയായി കൺമണിയായി എന്നെ മാറോടു ചേർക്കുന്നു. ഇതാ എൻ്റെ അമ്മ, ഇതാ എൻ്റെ അമ്മ, സദാ എൻ്റെ കൂടെ വാഴുന്നൊരമ്മ. രവിചേട്ടൻ്റെ മുൻ കൈക്കാരനായിരുന്നല്ലോ. ഇനി വരുന്ന ദിവസങ്ങളിലുള്ള പരിപാടികളെ കുറിച്ചൊന്ന് പറയാമോ? 1-ാം തീയതി രാവിലെ കൊടിയേറ്റി, അത് കഴിഞ്ഞ് വൈകുന്നേരം 4:30 കുർബാനയുണ്ട്. പിന്നെ അതുപോലെ എല്ലാ ദിവസവും രാവിലെ 6:00-ക്കും വൈകുന്നേരം 4:30-ക്കും കുർബാനയുണ്ട്. നൊവേനയുണ്ട്. 7-ാം തീയതി 8-ാം തീയതിയാണ് പ്രധാനപ്പെട്ട തിരുനാൾ. പള്ളി ഇരിക്കുന്ന വാർഡിലെ മെമ്പറും പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലൊക്കെ സഹകരിക്കുന്ന റീത്താമ്മയാണ്. റീത്താമ്മ ഈ തിരുനാളിനോടനുബന്ധിച്ച് എന്തെല്ലാം പ്രവർത്തനങ്ങളാണുള്ളത് ചെയ്യുന്നതെന്ന് പറയാമോ? ഞാൻ ഈ പള്ളി ഒരു 25 വർഷത്തോളമായി ഞാൻ ഈ പെരുന്നാൾ വരുമ്പോൾ, അതായത് 1 തൊട്ട് 8-ാം തീയതി വരെ പള്ളിയിൽ എല്ലാ കാര്യങ്ങളും സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് തന്നെയുള്ള ആൾക്കാരെല്ലാവർക്കും ഒരു 25 വർഷമായിട്ടാണ് ഇങ്ങനെ അലങ്കരിക്കാനും അതുപോലെ മാതാവിൻ്റെ പ്രത്യേക മാലയിട്ട് ഞാൻ നല്ല രീതിയിൽ മാതാവിനെ അലങ്കരിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് ഞാൻ ഈ തുടങ്ങുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് സിസ്റ്റേഴ്സ് വന്ന് എല്ലാ ഇടവക അംഗങ്ങളെ ഒരുക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഈ ഞായറാഴ്ച ഇന്ന് ഒരുപാട് ജനങ്ങൾ ഈ പള്ളി കാണാൻ സാധിച്ചു. പള്ളിയിൽ വരാത്തവരും വരാൻ തുടങ്ങി. അതെല്ലാം സിസ്റ്റേഴ്സ് വന്ന് അവരെല്ലാം ഒന്ന് ഒരുക്കേണ്ടതാണ്. മാതാവിൻ്റെ അനുഗ്രഹം മേടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കപ്പാടായിരുന്നു. ഇതിനെല്ലാം മുൻകൈ എടുത്ത് നമ്മുടെ വികാരി അച്ഛൻ എല്ലാവരും എല്ലാ കുടുംബങ്ങളെ ഒരുക്കുമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാതാവിനെ കുറിച്ച് നമ്മളെല്ലാവരും വലിയ അഭിമാനം കൊള്ളുന്നവരാണ്. നമ്മുടെ ഈ ഇടവകയുടെ സമൃദ്ധിയും ഇടവകയുടെ അഭിവൃദ്ധിയും ഇവിടെ ഓരോ കുടുംബങ്ങളുടെ
എല്ലാം നമ്മൾ മാതാവിനെ സമർപ്പിച്ചിട്ടാണ് വലിയ അത്ഭുതങ്ങൾ നമുക്ക് ഇവിടെ നടത്താൻ സാധിക്കും. ഇടവകയ്ക്കെല്ലാം നല്ല വീടുകൾക്കെല്ലാം നല്ല അഭിവൃദ്ധിയും എല്ലാവർക്കും ഐശ്വര്യവും എല്ലാം ലഭിക്കുന്നത് നമ്മുടെ അമ്മയായ പരിശുദ്ധ നിരന്തരമായ നമ്മുടെ പ്രാർത്ഥനകളാണ്. നമ്മൾ ക്രൈസ്തവർ മാത്രമല്ല, മറ്റ് മതസ്ഥയിൽപ്പെടുന്നവരും നമ്മുടെ ചുറ്റുപാടുമുള്ള മറ്റ് മതസ്ഥയിൽപ്പെടുന്നവരും ഈ നമ്മുടെ ഇടവകയിൽ വന്ന് സന്ധ്യാസമയത്തൊക്കെ പ്രാർത്ഥിക്കുന്നത് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. സ്ത്രീകൾ പ്രത്യേകിച്ചും നേരത്തെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ച് തിരികെത്തിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നത് അപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. അതെല്ലാം വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. നമ്മെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന, നമ്മുടെ കൂട്ടായ്മയെ നമ്മൾ ഒന്നിപ്പിക്കുന്ന ഒരവസരമാണ് തിരുനാൾ എന്ന് പറയുന്നത്. ആ തിരുനാളിൽ നമ്മളെ ഇവിടെ നിന്ന് കെട്ടിച്ചു വിട്ടിട്ടുള്ളവരും ഇവിടെ നിന്ന് പോയിട്ടുള്ളവരും എല്ലാവരും നമ്മൾ ആ ഇടവക ദേവാലയത്തിൽ മാമോദീസ മുങ്ങിക്കൂടെ എല്ലാവരും ആ ദിവസം ഏതെങ്കിലും ഒരു ദിവസം വന്ന് ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമ്മുടെ താല്പര്യമാണ്. നമ്മെ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരുനാളാണ്. നമുക്ക് മാതാവിനെ ഓർത്താം ദിവസങ്ങളിലെല്ലാം നമ്മൾ 8 ദിവസവും പരിശുദ്ധ കുർബാനയിൽ നിന്നൊക്കെ സന്ദേശങ്ങളൊക്കെ മാതാവിനെ കുറിച്ച് തന്നെയായിരിക്കും കേൾക്കാൻ പോവുക. ആ സന്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് നമുക്ക് മാതാവിന്റെ ഭക്തി കൂടുതൽ അർത്ഥവത്തമാക്കുവാനും നമ്മുടെ മാതാവിനോടുള്ള നമ്മുടെ കൃതജ്ഞത സമർപ്പിക്കാനും നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളെ ഓരോ വ്യക്തികളെയും നാട്ടിലുള്ളവരും അല്ലാത്തവരും പുറത്തായിട്ടുള്ളവരും ഈ ദേവാലയത്തിൻ്റെ ആരംഭം മുതൽ ഇവിടെ ഇടവക്കാരായിരിക്കുന്നവരും അവരെല്ലാം നമുക്ക് ഈ തിരുനാൾ സമർപ്പിക്കാം. മൺമറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ പൂർവികർ അവരൊക്കെയാണ് ദേവാലയങ്ങളൊക്കെ നമുക്ക് പണിതത്. അവരെല്ലാം അധ്വാനം കൊണ്ട് പണിത ഈ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുന്നതിന് വലിയ അനുഗ്രഹമാണ്. അവരെയെല്ലാം നമുക്ക് ഓർക്കാം. പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന, വേദനിക്കുന്ന, രോഗത്തിൽ കഴിയുന്നവർ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർ, അവരെ എല്ലാം നമുക്ക് ഈ തിരുനാൾ ദിവസം ഓരോ ദിവസവും സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും എല്ലാം ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ തിരുനാൾ ഏറ്റു നടത്തുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തിരുനാളിൻ്റെ പ്രധാന ദിവസമായ 7, 8 തീയതികളിലെ തിരുക്കർമ്മങ്ങൾ നമ്മുടെ ചാനലിൽ ലൈവായിട്ട് സംപ്രേഷണം ചെയ്യുന്നതാണ്.